ഓരോ ശബ്ദവും വിശേഷമായി ലക്ഷ്യമാക്കുന്ന അർത്ഥം വിഭിന്നമാണ്. ഇപ്പം നമ്മൾ ലോകം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കാണപ്പെടുന്നത്, അനുഭവിക്കപ്പെടുന്നത് എന്നാണ്. അതിനെ തന്നെ നമ്മൾ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ 5 ചേർന്നത്, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ 5 ചേർന്നത് എന്ന് വരും. അതിനെ തന്നെ നമ്മൾ ജഗത്തെന്ന് പറഞ്ഞാൽ ചലിക്കുന്നത് എന്നർത്ഥം വരും. അതിനെ തന്നെ നമ്മൾ ഭുവനെന്ന് പറഞ്ഞാൽ എവിടെയാണോ സകല ജീവരാശികളും ജനിക്കുന്നത് അവിടം എന്ന് വരും. ഭവന്തി അസ്മിൻ ഭൂതാനി ഇതി ഭുവനം. ഇത് പറയാൻ കാരണം, നമ്മൾ ഇംഗ്ലീഷിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാത്തിനും ഒറ്റ വാക്കേ ഉള്ളൂ. ഒന്നുകിൽ യൂണിവേഴ്സിനോ അല്ലെങ്കിൽ ദി വേൾഡെന്നോ എന്തെങ്കിലും പറയണം. പക്ഷെ സംസ്കൃതത്തിൻ്റെ മഹിമ സമ്പന്നതയാണ്. അനേക അർത്ഥങ്ങളെ ബോധിപ്പിക്കുന്ന അത്രയ്ക്കധികം പദങ്ങളാൽ സമൃദ്ധമാണ്, സമ്പന്നമാണ് സംസ്കൃതം. ഈ ഒരു ബോധം നമുക്കും ഉണ്ടാവണം, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറുകയും വേണം. നമ്മൾ ഇത്രയും സമ്പന്നരാണെന്ന് അറിയുമ്പോഴേ അതിൻ്റെ ഒരു അഭിമാനം നമുക്കുണ്ടാവും. ഇതിപ്പോൾ ഒരാൾ ഇംഗ്ലീഷിലേക്ക് അനുവാദം ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒന്നല്ലേ പറയാൻ പറ്റൂ, അല്ലാണ്ട് കോമട്ട് അങ്ങനെ എഴുതാൻ പറ്റില്ലല്ലോ. അത് ശ്രദ്ധിക്കുക. സംസ്കൃതത്തിൻ്റെ മഹിമ അത്യദ്ഭുതമാണ്, അത്രേ പറയാനുള്ളൂ. അത്യദ്ഭുതം. ഒരേ അർത്ഥത്തിൽ എത്രയെത്ര ശബ്ദങ്ങളാണ് നോക്കൂ. ഫ്രണ്ട് എന്ന് ഇംഗ്ലീഷ് പറഞ്ഞു, FRIEND. സംസ്കൃതത്തിലോ എത്ര വാക്കുകളാണ്. സഖാവുണ്ട്, സുഹൃത്തുണ്ട്, മിത്രമുണ്ട്, വയസ്യനുണ്ട്, അനേകമുണ്ട്. ഓരോന്നിനും പ്രത്യേക അർത്ഥങ്ങളുണ്ട്. അല്ലെങ്കിൽ വൈഫ് എന്ന് പറഞ്ഞു, വൈഫിന് സംസ്കൃതത്തിൽ എത്രയാള്? എത്ര വൈഫാ? ഭാര്യ, ജായ, പത്നി, സഹധർമ്മിണി, കളത്രം, പിന്നെ ദാരം, പിന്നെ അങ്ങനെ കുറേ ഉണ്ട്. ആലോചിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കിട്ടും. ഓരോന്നിനും വ്യത്യസ്ത അർത്ഥങ്ങളാണ്. വൈഫ് എന്ന് പറയുമ്പോൾ ഒറ്റ അർത്ഥമേ ഉള്ളൂ. അതുപോലെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കേ ഉള്ളൂ. എന്തൊക്കെ ഉണ്ട്? നാഥ, കാന്ത, ഭർത്ത, പതി, സഹധർമ്മി, അനേക വാക്കുകൾ. അതിനൊക്കെ വ്യത്യസ്ത അർത്ഥങ്ങൾ, തീർത്തും വിഭിന്ന അർത്ഥങ്ങൾ. അതാണ് സംസ്കൃതത്തിൻ്റെ മഹിമയെക്കുറിച്ചുള്ളൊരു ബോധം നമുക്ക് ആദ്യം ഉണ്ടാവണം. പോരാ, നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൈമാറണം. ഇന്നലെയല്ല, മിനിയാന്നൊരു അച്ഛൻ ഒരു മോളെ കൊണ്ടുവന്നു അടുത്ത്. അവൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അച്ഛനും അമ്മയും അവളെ സംസ്കൃതം പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. സ്കൂളിൽ ഉപവിഷയമായിട്ട് അവൾ 2 കൊല്ലം പഠിച്ചിട്ട് അവൾ മാറാൻ പോവുക. അച്ഛനും അമ്മയ്ക്ക് സങ്കടം, ഇവൾക്ക് 5 മാറണമെന്ന്. ഞാൻ പറഞ്ഞു, നീ മാറിക്കോ, അതിന് നിൻ്റെ ഇഷ്ടമാണ്. പക്ഷേ സംസ്കൃതം പഠിച്ചാൽ മോൾക്ക് ഏറ്റവും പ്രധാന ഗുണം നല്ല ഓർമ്മശക്തി ഉണ്ടാവും. 2, എന്തിനേയും അപഗ്രഥിക്കാൻ അനലിറ്റിക്കൽ മൈൻഡ് ഉണ്ടാവും, കപ്പാസിറ്റി. സംസ്കൃതം പഠിച്ചാൽ നിശ്ചയമായിട്ടും അതുണ്ടാകും. ഇപ്പോൾ ഒരു ശബ്ദം ഉണ്ടാകുക വെച്ചാൽ എങ്ങനെ ഉണ്ടായി എന്നാണ് നമ്മൾ ആദ്യം അപഗ്രഥിക്കുക. അപ്പോൾ എന്തിനേയും അപഗ്രഥിക്കാനുള്ള പാഠമുണ്ടാവും സംസ്കൃതം പഠിച്ചാൽ. അത് വേറെ ഭാഷയ്ക്കില്ല. ഗ്രീക്കിനുണ്ടത്രേ, വേറൊരു ഭാഷയ്ക്കും ഇല്ല. അപ്പോൾ നീ ഗ്രീക്ക് പഠിച്ചോ എന്നാൽ കുഴപ്പമില്ല, അത് സ്കൂളിൽ ഇല്ലല്ലോ. അപ്പോൾ പിന്നെ സംസ്കൃതം പഠിച്ചോ അതല്ലേ നല്ലേ. പിന്നെ ഓർമ്മശക്തി ഉണ്ടാവും. നീ വലുതായി കഴിഞ്ഞാൽ ഒരുപാട് ജോലി സാധ്യതകളുണ്ടാവും ഏത് മേഖലയിലും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ പഠിക്കാൻ തയ്യാറായി.
അല്ലാണ്ട് അവളോട് നമ്മുടെ ശാസ്ത്രം പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഭാരതീയ ശാസ്ത്രങ്ങളൊക്കെ സംസ്കൃതത്തിലാണ് അവൾ പോകാൻ പറയും നമ്മളോട്. ഓരോരുത്തർക്ക് വേണ്ട മരുന്ന് വേണ്ട സ്ഥലത്ത് കൊടുക്കണം. ആ കുട്ടി തയ്യാറായി. ഇല്ല സ്വാമി, ഞാൻ സംസ്കൃതം തന്നെ പഠിക്കുമെന്ന് വാക്ക് തന്നു.